പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാരത്തിന് അനുമതി നിഷേധിച്ച കുമരകം പള്ളിക്കെതിരെ ബിഷപ്പ് തോമസ് മോർ തിമോത്തിയോസ് അത് നീതികേടാണെന്നും മരിച്ചവരെ അടക്കുക എന്നത് സഭാ നിയമം അനുസരിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും മാർ തിമോത്തിയോസ് പറഞ്ഞു. പ്രിയങ്ക ചോപ്രയുടെ വല്യമ്മയാണ് മരിച്ചത്. കുമരകം പള്ളിയിൽ അവർക്ക് അന്ത്യവിശ്രമം കൊടുക്കുവാനായിട്ട് ആ പള്ളി നിഷേധിച്ചപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തത്. സഭാ പാരമ്പര്യം അനുസരിച്ച് ഒരു മരിച്ചയാളെ അടക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിന് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദേശക്കാരനെ കല്യാണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്നത് മാനുഷികമല്ല, ക്രൈസ്തവവുമല്ല. ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി പൂർണ്ണമായി സ്റ്റേ ചെയ്തു. ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. KSRTC സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. 10 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾക്ക് പ്രധാന നഗരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് KSRTC സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ദില്ലിയിൽ 2 വർഷത്തെ സാവകാശം നൽകിയാണ് നിരോധനം നടപ്പാക്കിയതെന്ന് സ്റ്റേ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വാദം പൂർത്തീകരിച്ച് വിധി പ്രഖ്യാപിക്കുന്നതുവരെയാണ് സ്റ്റേ. ട്രിബ്യൂണൽ വിധിക്കെതിരായ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 cc മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുതെന്നായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഓടിക്കരുതെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരോധിച്ചത് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. പുതിയ ഉത്തരവോടെ മോട്ടോർ വാഹന മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന AA ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. UDF ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കണമെന്നത് പൊതുവികാരമാണെന്ന് സുധീരൻ പറഞ്ഞു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിൻ്റെതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി, ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കെതിരെ നിർമ്മാണ കമ്പനിയുടെ പരാതി ഒത്തുതീർപ്പാക്കി. നിർമ്മാണ തുക നൽകിയില്ലെന്നായിരുന്നു നിർമ്മാണ കമ്പനിയുടെ പരാതി. കോടതിക്ക് പുറത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. വിവരങ്ങളുമായി KG ദിനകർ ചേർന്നു. ദിനകർ, വിവരങ്ങൾ. ഈതർ കൺസ്ട്രക്ഷൻസ് ആണ് സോണിയാഗാന്ധിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നിർമ്മാണ തുക നൽകിയില്ല എന്നായിരുന്നു കേസ്. 2,80,00,000 രൂപയായിരുന്നു കരാറുകാരന് നൽകാനുണ്ടായിരുന്നത്. ഇത് നൽകാതെ വന്നതിനെ തുടർന്നാണ് കരാറുകാരായ ഈതർ കൺസ്ട്രക്ഷൻസ് കേസുമായി മുന്നോട്ട് പോയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. വാർത്തയായതോടുകൂടി വലിയ നാണക്കേടായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേസ് ഒത്തുതീർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, VM സുധീരൻ, KPCC അധ്യക്ഷൻ VM സുധീരൻ തുടങ്ങിയവർ ഇതിൽ അംഗങ്ങളുമാണ്. കോടതിക്ക് പുറത്താണ് ഇപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കിയിട്ടുള്ളത് എന്ന് ഡയറക്ടർ ഹിദൂർ മുഹമ്മദ് അറിയിച്ചു. അതേസമയം സോണിയാഗാന്ധി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അംഗമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു. സോണിയാഗാന്ധി പ്രതി എന്ന രീതിയിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഹിദൂർ മുഹമ്മദ് അറിയിച്ചു. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. കൊട്ടാരക്കര വാളകത്ത് ഗൃഹനാഥന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. കൊല്ലപ്പെട്ട ജോണിക്കുട്ടിയുടെ സുഹൃത്ത് പ്രസാദ് അറസ്റ്റിൽ. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ, കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? മറ്റു വിവരങ്ങൾ കൂടി. ജൂൺ 1-നാണ് ഈ ജോണിക്കുട്ടിയെ കത്തിക്കരിഞ്ഞ നിലയിൽ, ജോണിക്കുട്ടിയുടെ മൃതശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ വാളകത്ത് NSS കരയോഗ മന്ദിരത്തിന് സമീപം കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലും തെളിവെടുപ്പിലാണ് ഈ പോലീസിനൊപ്പം സഹായിയായി കൂടിയ പ്രസാദാണ് ഈ കൊലപാതകി എന്ന് പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൗൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡാറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൗൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിന്റെ കൂടി താൽപര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മന്ത്രി EP ജയരാജനെതിരായ അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്. EP ജയരാജൻ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണമായിരുന്നു. പദവി ഏറ്റെടുക്കുമ്പോൾ അഞ്ജു അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നുവെന്നും പത്മിനി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കായിക മന്ത്രി EP ജയരാജൻ അധിക്ഷേപിച്ചെന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല മിനിസ്റ്റർ അധിക്ഷേപിക്കുമെന്ന്. കാര്യം നമ്മളോടൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ മിനിസ്റ്റർ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണം. ആക്ച്വലി സ്പോർട്സ് കൗൺസിലിന് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് ആണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. അത് അഞ്ജുവിന് തോന്നേണ്ട കാര്യം. നമ്മൾ ഏത് സ്ഥാനങ്ങളും ഒരാൾ ഏറ്റെടുക്കുമ്പം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ദിവസം നിൽക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനമല്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരൻ അജിത് മാർക്കോസിനെ കൗൺസിലിൽ അനധികൃതമായി നിയമിച്ചത് അഞ്ജുവിന്റെ അറിവോടെ തന്നെയാണ്. എല്ലാം കണ്ടിട്ടേ ഫയലുകൾ പോവുള്ളൂ. ഒരു പ്രസിഡന്റ് കണ്ടിട്ടേ പോവുള്ളൂ.
വിമാനയാത്രയ്ക്കടക്കം കൗൺസിലിൽ നിന്ന് അധിക ചെലവുണ്ടാക്കിയത് ശരിയല്ല. അനധികൃത നിയമനങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടത്താനായി കൗൺസിലിലെ മറ്റു ചിലർ അഞ്ജു ബോബി ജോർജിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും പത്മിനി തോമസ് പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുക്കിയത്. വടക്കാഞ്ചേരി AEOയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മെയ് 30 അടച്ചുപൂട്ടിയ കിലാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകർന്നാണ് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഫീസ് അടച്ചെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടന്നുവരികയായിരുന്നു. സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി AEO TN അംബികാവല്ലി രേഖകൾ ഏറ്റെടുത്തു. സ്കൂളിലെ 40 കുട്ടികൾക്കും വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. PMLP കിരാലൂർ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്ത് കോടതി ഉത്തരവ് പ്രകാരം ആക്കിയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വ്യവസായ കേന്ദ്രത്തിലാണ് കുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചേർത്തിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പൂർത്തിയായതായി AEO ഹൈക്കോടതിയെ അറിയിക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കാനാവുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി അറിയിച്ചു. അധികം താമസിയാതെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഉടനെ അതേ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ കേന്ദ്രത്തിലെ താൽക്കാലിക കെട്ടിടത്തിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂൾ പൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചത്. മങ്ങാട്ടുമുറി, പാലാട്ട് സ്കൂളുകളും അടച്ചുപൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മുൻ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മലാപ്പറമ്പ് സ്കൂൾ മാനേജർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. സ്കൂൾ പൂട്ടിയതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി തീർപ്പാക്കി ഉത്തരവായത്. ഹർജി പരിഗണിച്ചപ്പോൾ സ്കൂൾ പൂട്ടിയത് നിയമപ്രകാരമല്ലെന്ന് സ്കൂൾ മാനേജറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പൂട്ടിയ സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ മാനേജരെ ഏൽപ്പിച്ചിട്ടില്ലെന്ന വിവരമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് AEO സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ കോടതി വഴി മാനേജറുടെ അഭിഭാഷകന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ ഹർജി തീർപ്പാക്കിയതായി കോടതി അറിയിച്ചത്. മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി, കോഴിക്കോട് ജില്ലയിലെ പാലാട്ട് എന്നീ സ്കൂളുകൾ അടച്ചുപൂട്ടിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഈ 2 കേസുകളും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലാണ് മുഖ്യ അജണ്ട. ചില മണ്ഡലങ്ങളിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും 2 ദിവസത്തെ യോഗത്തിൽ നടക്കും. ഭാവി പരിപാടികൾക്കും യോഗം രൂപം നൽകും. കൊച്ചി മെട്രോ 2ാം റീച്ചിന്റെ നിർമ്മാണ കരാറിൽ നിന്നും സോമ കൺസ്ട്രക്ഷൻസിന്റെ DMRC ഒഴിവാക്കി. കരാർ തുകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കമ്പനിയെ ഒഴിവാക്കാൻ കാരണം. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കാലതാമസം മൂലം നിർമ്മാണ ചെലവിൽ വർധനയുണ്ടായ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. വാടക്കലിൽ കാണാതായ ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ബോട്ടുടമ ബാബു സുരേന്ദ്രൻ. ബുധനാഴ്ചയാണ് ബോട്ട് കടലിൽ കുടുങ്ങിയത്. സമുദ്ര ഗവേഷകരുമായി പോയി വന്ന ശേഷമാണ് എഞ്ചിൻ തകരാറുണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 3 പേരും മറ്റൊരു ബോട്ടിൽ കരയിലെത്തി. ബോട്ട് കുടുങ്ങിയ വിവരം നീണ്ടകര പോലീസിനെ അറിയിച്ചെന്നും ബാബു പറഞ്ഞു. ബോട്ടിൽ ആളുകളുണ്ടെന്ന നിഗമനത്തിൽ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്ത്യക്കാരിയെ തട്ടിക്കൊണ്ടുപോയി. കൊൽക്കത്ത സ്വദേശിനിയായ ജൂജിത് ഡിസൂസിയെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയായ ആഖാ ഖാൻ ഫൗണ്ടേഷനിൽ ടെക്നിക്കൽ അഡ്വൈസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ജൂജിത് ഡിസൂസ. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായും അഫ്ഗാൻ സർക്കാരുമായും ബന്ധപ്പെട്ട് മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു.